കൊക്കുൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഷർട്ട് തയ്ക്കുവാണ്. ഷർട്ട് എനിക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. കഴിഞ്ഞ ഓണത്തിന് സ്റ്റിച്ച് ചെയ്യണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ നടന്നില്ല. മെറ്റീരിയൽ രണ്ടും ഞാൻ മഹാറാണിയിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കട്ടിങ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 3 വർഷത്തോളമായി. എങ്ങനെയാണ് ഞാൻ ഈ കട്ടിങ്ങിലേക്ക് തിരിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വലിയൊരു കഥയാണ്. അതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഞാൻ ജോലിയൊക്കെ റിസൈൻ ചെയ്ത് ഇറങ്ങുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് സ്വന്തമായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാം, വലിയ ബഡ്ജറ്റൊന്നും വേണ്ടല്ലോ, കട്ട് ചെയ്ത് വാങ്ങാം, സ്റ്റിച്ചിങ് ഞാൻ തന്നെ ചെയ്യാം എന്നുള്ളൊരു രീതിയിലേക്കാണ് ഞാൻ ഇറങ്ങുന്നത്. ഇറങ്ങുമ്പോൾ എപ്പോഴും എനിക്ക് കട്ട് ചെയ്ത് തരുന്നൊരു കട്ടിങ് മാസ്റ്ററുണ്ട്. അപ്പം അദ്ദേഹം കട്ട് ചെയ്ത് തരും എന്നൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഇറങ്ങുന്നത്. ഒരുപാട് പറഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ. യൂഷ്വലി പാറ്റേൺസ് അയക്കുമ്പോൾ അദ്ദേഹം റിപ്ലൈ ഒക്കെ ചെയ്യാറുണ്ട്, അതിൻ്റെ റേറ്റ് പറയാറുണ്ട്. അപ്പം ആ ഒരു രീതിയിലാണ് ഞാൻ അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇറങ്ങി 1 മാസം കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹം ഞാൻ വിളിച്ച ഫോൺ എടുക്കാതായി, ഒരു റിപ്ലൈ ഇല്ല, മെസ്സേജ് അയച്ചാലും കാണത്തില്ല. ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും പ്രശ്നമായി. കസ്റ്റമർ ഓർഡറൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണല്ലോ, എങ്ങനെയെങ്കിലും ചെയ്ത് കൊടുത്തേ പറ്റുള്ളൂ. ആ പോയിൻറ്റിലാണ് ഞാൻ കട്ടിങ് പഠിക്കുന്നത്. അന്ന് ഞാനൊരു പാഠം പഠിച്ചു. ആരെയും കണ്ടിട്ട് നമ്മളൊന്നും ചെയ്യാൻ നിൽക്കരുതെന്നുള്ളത്. നമുക്ക് പണി അറിയാമെങ്കിൽ ആ പണി ചെയ്യുക, ഇല്ല എങ്കിൽ നമ്മൾ ആ പണിക്ക് പോകരുത്. ഇതിപ്പം എത്ര വലിയ ആൾക്കാരാണ്, എത്ര അടുത്ത ആൾക്കാരാണെന്ന് പറഞ്ഞാലും ബിസിനസ്സിന് ഇറങ്ങുമ്പോൾ ഇവരെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. നമുക്കതിന് പറ്റുമെങ്കിൽ മാത്രമേ ബിസിനസ്സിന് ഇറങ്ങാൻ പാടുള്ളൂ. ആ ഒരു ധൈര്യമാണ് ഇന്ന് ഈ ബ്രാൻഡ് തുടങ്ങാനും ഇതിപ്പം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പം ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ബ്രാൻഡ് മുന്നോട്ട് തന്നെ പോകും. ഏത് കസ്റ്റമർ ഏത് പാറ്റേൺ കൊണ്ടുവന്നാലും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാനത് ഫിറ്റിംഗ് എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ആ ഒരു കോൺഫിഡൻസ് തന്നെ ആയിരിക്കും എല്ലാവർക്കും വേണ്ടതെന്ന് തോന്നുന്നു. അല്ലാതെ യൂട്യൂബിലെ റീൽസ് കണ്ടിട്ട് വീഡിയോസും ബിസിനസ് തുടങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ 3ൻ്റെ അന്ന് പൊട്ടിക്കെട്ടി വീട്ടിലിരിക്കത്തേ ഉള്ളൂ. സോ എല്ലാവർക്കും ഈ ബ്രാൻഡിൻ്റെ വളർച്ച എങ്ങനെ ആയിരിക്കുമെന്ന് എനിക്കറിയില്ല. അപ്പം നിങ്ങളെല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ്, എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കട്ടെ ഇതിനി എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത്. എന്തായാലും മുന്നോട്ട് തന്നെ യാത്രകൾ തുടരുകയാണ്.